പറയും. എല്ലാവർക്കും അറിയാം, ഓളെ ഫ്രണ്ട്സ് ഓളെ ഫാമിലീസിന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവള് ജോയിന്റ് അടിച്ചിട്ടും ഇവള് ബിയർ അടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഓളെ ഫാമിലി പൊക്കിയിട്ടുണ്ട്. എന്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്റെ ഉമ്മ ആ പച്ചവെള്ളല്ലേ നോക്കിയത്. എൻ്റെ ഫാമിലി എന്നെ ഡ്രഗ്സിനും വെള്ളം അടിക്കുന്നതിനും പൊക്കിയത്. എക്സ്ക്യൂസ് മീ, എൻ്റെ ഫാമിലി ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ചു, ഞാൻ വെള്ളം അടിച്ച് പൊക്കിയെന്ന് എപ്പോൾ പൊക്കി ഷിബിലി? എൻ്റെ ഫാമിലി എപ്പോഴാണ് അങ്ങനെ ഒരു ഈ നാടകത്തിലോട്ട് എപ്പോഴാണ് എൻ്റെ ഫാമിലി വലിഞ്ഞു കയറിയത് എനിക്കറിയത്തില്ല. പിന്നെ നീ പറയുന്നു നിൻ്റെ ഉമ്മ പച്ചവെള്ളം അല്ലേന്ന് പറഞ്ഞത്, നിൻ്റെ ഫാമിലീസ് പൊക്കിയെന്ന്. നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് കൂവുന്നത് ഷിബിലി? ഞാൻ ആലോചിക്കുക, നീ എങ്ങനെ ഈ കഥ ഇങ്ങനെ നീ എഴുതി വെച്ചിട്ടുണ്ടോ? സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഇരുന്ന് വായിക്കുന്നതാണോ? ഇത്ര ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. നിൻ്റെ ഫാമിലി പച്ചവെള്ളമാണെന്ന് പൊക്കി, ബാക്കി കേൾക്കാം. മറ്റേ പണ്ടത്തെ ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ, മറ്റേ പച്ചക്കറി സീനോ മറ്റേ വീടിന്റെ ഫ്രണ്ടിന്റെ ആ സീനിലെ ടൈമിലടക്കം ഇവളെന്ത് ചെയ്ത്, ഇവള് ഓൾപാടുള്ള പ്രശ്നത്തിൽ ഞാൻ അതിൽ പോയി തല വെച്ചുകൊടുത്താണ്. ഇവളോളും പ്രശ്നം നടക്കുമ്പോ ഞാൻ ഏറ്റെടുത്തത് എന്റെ അടുത്ത് വെച്ച മിസ്റ്റേക്ക്. എടാ ചെറ്റേ, ഞാനും അവളും പാടി പ്രശ്നമല്ല, നീയും അവളും പാടി. നീ അവളുടെ വീട്ടുകാരെ തെറി വിളിച്ചതിനാണ് അടിയായത്. നീ അതില്ലെന്ന് പറയരുത്. എന്നിട്ട് നീ എന്ത് ചെയ്തു? നീ നേരെ റൂം ലോക്ക് ചെയ്ത് നീ അവളെ തല്ലി. നീ അവളെ തല്ലുന്ന ഒച്ച ഞാൻ കേട്ടിട്ട് നീ എന്നെ കൺവിൻസ് ചെയ്തു അവൾ നിന്നെ തല്ലിയതെന്ന്. പക്ഷെ അവളുടെ മേത്ത് പാടുണ്ടായിരുന്നു. എന്നിട്ട് നീ എന്താ പറഞ്ഞത്? ഞാൻ തല്ലിയിട്ടില്ല ബസ്. എന്നോട് നീ അത്രയും റിക്വസ്റ്റ് ചെയ്ത് ഞാൻ തല്ലിയിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, മറ്റതാണ് മറിച്ചതാണ്, അങ്ങനെ ഇങ്ങനെ വമ്പൻ നാടകം. നീ തല്ലിയെന്നാണ് എനിക്ക് ബോധ്യമായി. നീ തല്ലിയിട്ടുണ്ടെന്ന്. കാരണം എനിക്ക് 101% നീ തല്ലിയിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട്. ആൻഡ് നീ പറഞ്ഞു നീ ആവശ്യമില്ലാണ്ട് പോയി തലയിട്ടതെന്ന്. ഞാനാണ് ആവശ്യമില്ലാണ്ട് ആ കേസിൽ തലയിട്ടത്. അതായത് നിനക്ക് വേണ്ടി 40,000 രൂപ ഞാൻ വക്കീലിന് കൊടുത്ത് നിന്നെ ജാമ്യത്തിലിറക്കി. പോലീസ് സ്റ്റേഷൻ, തൃക്കാക്കര സ്റ്റേഷനിൽ ഇവൻ ഒരു ദിവസം മറ്റേ ലോക്കപ്പിൽ കിടക്കുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, അവിടെ ഒരു ദിവസം കിടന്നിട്ട് എനിക്ക് ഇരുന്നിട്ട് ഉറക്കം വരാനിട്ട് ആ സ്റ്റേഷൻ്റെ പുറത്ത് ഞാൻ രാത്രി അവിടെ പോയി നിൽക്കും. എന്നിട്ട് പോലീസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോളെ വീട്ടിൽ പോക്കോ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന്. കാരണം ഞാൻ ഇവന് വന്നിട്ട് ഫുഡ് വരെ കൊണ്ടുവന്ന് കൊടുത്തു സ്റ്റേഷനിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ, എനിക്ക് എന്ത് പ്രാന്താന്ന്. ഇവനിപ്പോൾ ഈ കുറ്റം പറയുന്ന ആൾക്കാരെ ഒക്കെ തന്നെ അന്നുണ്ടായിരുന്നുള്ളൂ. തനുവാണേലും വേറെ എൻ്റെ ഫ്രണ്ട്സ് ആണേലും അവരൊക്കെയാണ് എൻ്റെ കൂടെ നിന്നത്. കാരണം എനിക്ക് സപ്പോർട്ടിനൊരാളില്ല, എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ സ്റ്റേഷനിൽ ഇതുവരെ കയറിയിട്ട് പോലും ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താ ഇനി ചെയ്യേണ്ടത്? വക്കീലിനോട് എന്താ പറയേണ്ടത്? ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ? എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എത്ര പേരുടെ ഹെൽപ്പ് ചോദിച്ചിട്ടാണ് അങ്ങനെ വക്കീലിനെ വെച്ച് ഞാൻ പൈസ കൊടുത്ത്, ഞാൻ 40,000 രൂപ കൊടുത്തിട്ട് നിന്നെ ഇറക്കിയെന്ന് എനിക്കറിയാം. എന്നിട്ട് നീ ഇപ്പോൾ പറയുന്നു നീ അതിൽ പോയി പെട്ടെന്ന്. നിനക്ക് നന്ദി എന്ന് പറയുന്ന സാധനം ഇല്ലെന്ന് ഇതിൽ നിന്ന് വളരെ എവിഡൻ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി. വളരെ എവിഡൻ്റാണ്. ഒരു ചാൻസും ഇല്ല. കാരണം ഒരു വഴിയില്ല. കാരണം ഒഴിവാക്കുന്ന വീട്ടിലാളെ വിടും. നീ എന്നെ ഒഴിവാക്കാൻ നോക്കിയാൽ ഞാൻ വീട്ടിൽ ആളെ വിടുന്നു. ഞാൻ എപ്പോഴാണ് നിന്റെ വീട്ടിലോട്ട് ആളെ വിട്ടിട്ടുള്ളത്? ഞാൻ എപ്പോൾ ഒറ്റ ഒരു ഇൻസിഡൻറ്റ് നീ പറ, ഒരു ഒറ്റ വട്ടം ഞാൻ നിന്റെ വീട്ടിലോട്ട് നീ എന്നെ ഒഴിവാക്കാൻ നോക്കിയപ്പം ആളെ വിട്ടതിൻ്റെ ഒരു ഇൻസിഡൻറ്റോ ഒരു സംഭവമോ ഒരു തെളിവോ എന്തെങ്കിലും നീ ഒന്ന് കാണിക്കും. നീ ഒരു ഉളുപ്പില്ലാണ്ട് ഇത് വന്ന് പറയുന്നുണ്ടല്ലോ നിന്റെ വീട്ടിലോട്ട് ഞാൻ ആളെ വിട്ടെന്ന്. ഞാൻ എൻ്റെ ഗുണ്ടയോ? കാര്യം മനസ്സിലാക്കണം. സ്വന്തം ഹസ്ബൻഡിനെതിരെ അല്ലെങ്കിൽ നിക്കാഹ് കഴിച്ച ഒരാൾക്കെതിരെ ഞാൻ ചെയ്ത കാര്യം, ഞാൻ അവളെ തല്ലലുണ്ട് വേറൊരു ചെക്കനും കൂടെ എന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് വണ്ടി കയറ്റിട്ട് എറണാകുളം മൊത്തം റൗണ്ട് അടിപ്പിച്ചിട്ട് എന്നോട് പറയാ ഇനി ആളെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആവുന്ന തന്നെയാ. ഗുണ്ട പാർട്ട് നമ്പർ 2. ഞാൻ അവൻ എന്നെ തല്ലുന്നത് വെച്ചിട്ട് ഞാനേതോ ഗുണ്ടേനെ വിളിപ്പിച്ച് അവൻ്റെ കഴുത്തിൽ കത്തി വെച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ കുത്തി ഇറക്കിയില്ലായിരുന്നു ആൾ. എന്ത് പറഞ്ഞു? കത്തി ഇങ്ങനെ വെറുതെ വെച്ചിട്ട് ഇനി നീ അവളെ തൊടരുത് കേട്ടോ, അത്ര പറഞ്ഞോളൂ. അതാണോ ഇൻസിഡൻറ്റ്? അങ്ങനെയാണോ നീ ആ സ്റ്റോറി ഉണ്ടാക്കിയേക്കുന്നത്? അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. ഷിബിലി എന്നോടുള്ള ദേഷ്യത്തിന് ഏതോ ഒരു പെണ്ണിനെ വിട്ടിട്ട് എന്നോട് ഭയങ്കര സീനായി. ആ പെണ്ണെന്നെ കുറേ തല്ലി എൻ്റെ കഴുത്തിൽ കത്തി വെച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അവൾ പറഞ്ഞു ഇനി നീ ഷിബിലിയായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നീ എന്തൊക്കെ പച്ചക്കളി പറഞ്ഞു? ഏത് ചെക്കൻ നിൻ്റെ കഴുത്തിൽ കത്തി വെച്ചു? ആര് കത്തി വെച്ചു? എൻ്റെ ഫ്രണ്ടോ ഗുണ്ടയോ? ആരാണ് നിൻ്റെ കഴുത്തിൽ കത്തി വെച്ചത്? ഒന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കഴുത്തിൽ കത്തി വെച്ചെന്നൊക്കെ നീ പറയുമ്പോഴത്തേക്കും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അലിഗേഷനാണ്. അപ്പോൾ നീ ഇല്ലാത്ത കാര്യം ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ച് കൂവരുത് ഷിബിലി. കാരണം അങ്ങനെ കൂവുമ്പോഴത്തേക്കും ഇതിൽ ഭയങ്കര കോൺസിക്വൻസ് വരും. നിനക്ക് ആളെ കാണിച്ചു തരേണ്ടി വരും, നിനക്ക് ആ ഇൻസിഡൻറ്റ് പറയേണ്ടി വരും. നീ എന്നിട്ട് എന്താ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാണ്ടിരുന്നത്? എന്ത് പറ്റി? എല്ലാത്തിനും സ്റ്റേഷനിൽ
സ്റ്റേഷനിലോട്ട് അങ്ങനെ ഇങ്ങനെ വിളിക്കുന്ന ആളാണല്ലോ, എന്ത് പറ്റി നിനക്ക് സ്റ്റേഷനിലോട്ട് വിളിക്കാൻ, നിൻ്റെ ഫോൺ കയ്യിലുണ്ടായിരുന്നില്ലേ, അതോ നീ ഭീഷണിയിൽ മുഴുങ്ങിപ്പോയോ, എന്തായിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ്? ബാക്കി കേൾക്കാം. ഏതോ ഒരു ഇതിന്റെ ലോഡർ കൊണ്ടിട്ട് അവിടുന്ന് എന്നോട് വണ്ടി എടുത്തിട്ട് നീ അവളെ നീ എന്തെങ്കിലും ചെയ്തെന്ന് അറിഞ്ഞ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യാതാണെങ്കിൽ അതായത് ഓൾക്ക് നല്ല പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഓളെ കിടന്നിട്ട് ഓൾക്ക് കുറച്ചാൾ നല്ലപോലെ നടക്കും, കുറച്ചാൾ ഭയങ്കര ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് കയ്യിലെടുക്കാൻ ഭയങ്കര ഉഷാറാണ്. മാനിപ്പുലേഷൻ ചെയ്ത ആർക്കാണ് ഉഷാറെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിൻ്റെ മാനിപ്പുലേഷൻ സ്കില്ല് പടച്ചോന് പോലും കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പടച്ചോൻ ആർക്കും അത്രയും കഴിവ് കൊടുത്തിട്ടില്ല. അത്രയും മാനിപ്പുലേഷൻ സ്കില്ല് നിനക്ക് ദൈവം വാരിക്കോരി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ പേടിക്കേണ്ട മോനെ. എല്ലാവരും ഉണ്ടാവും. ഇവൾക്ക് ഒരു ടൈം ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര ഡിപ്രഷൻ, ഭയങ്കര ദേഷ്യം, അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ഇവളത്. ആ വാക്കാദ്യം പറയാൻ പഠിക്കുക കേട്ടോ. ബൈപ്പോളാർ ഡിസോർഡർ, അതായത് നിനക്ക് വന്ന അസുഖം. നിന്നോട് ഡോക്ടർ മിൻഹാറിൽ നമ്മൾ പെരുമ്പിലാവ് പോയപ്പോഴത്തേക്കും ഡോക്ടർ അവിടെ ഗ്രാഫ് പോലെ ഇങ്ങനെ വരച്ച് കാണിച്ചായിരുന്നു ഷിബിലയുടെ ഒരു ഇൻസിഡൻറ്റ്. അതായത് ഷിബിലയ്ക്ക് ഇങ്ങനെയാണ് മൂഡ് സ്വിങ്സ് വരുന്നത്, പെട്ടെന്ന് സന്തോഷം വരും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് വിഷമം വരും. അപ്പം അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കരുത്, നിൻ്റെ ഫാമിലി ലൈഫ് കുളമാവും. നിനക്കൊരു ഡിസിഷൻ നിനക്ക് റിപ്പൾസീവായിട്ട് എടുത്താൽ നിൻ്റെ ലൈഫിനെ എഫക്റ്റ് ചെയ്യും. അതായത് പെട്ടെന്ന് ദേഷ്യത്തിൽ നീ എന്ത് ഇൻസിഡൻറ്റ് ചെയ്യുവാണേലും അത് പിന്നീട് നിനക്ക് റിഗ്രറ്റ് വരും. അങ്ങനെയുള്ള ഒരാൾക്ക് ലൈഫ് ഉണ്ടാവത്തില്ല എന്ന് ഡോക്ടർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. ആ വാക്ക് കേട്ടിട്ടായിരിക്കും നീ എൻ്റെ തലയിലോട്ട് ഇട്ടിട്ടുണ്ടാവുക എനിക്കായിരുന്നു ബൈപ്പോളാർ ഡിസോർഡർ എന്ന്. എനിക്കൊരു ബൈപ്പോളാർ ഡിസോർഡറും ഒരു തേങ്ങയും വാങ്ങിയില്ല. ആൻഡ് ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുന്ന കാര്യം ഒരു രോഗമല്ല. ഈവൻ എനിക്കത് ഉണ്ടെങ്കിൽ എനിക്കത് അഡ്മിറ്റ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. ഇറ്റ്സ് ലൈക്ക് എ മൂഡ് സ്വിങ്സിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ എനിക്ക് ആ സംഭവം ഇതുവരെ വന്നിട്ടില്ല. സോ എനിക്കത് ഏറ്റെടുക്കാൻ പറ്റില്ല. ഇനി വന്നാൽ ഞാൻ ഭാവിയിൽ വീഡിയോയിൽ ഒന്ന് പറയാം, ഗൈസ് എനിക്കും ബൈപ്പോളാർ ഡിസോർഡർ വന്നിട്ടുണ്ടെന്ന്. ആൻഡ് ഇവൻ പറയുന്നു എനിക്കാണ്. ഓക്കെ, അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് പാസ്റ്റ് ഹിസ്റ്ററിയിൽ നീ എവിടെയൊക്കെ അഡ്മിറ്റ് ആയതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഒക്കെ ഞാൻ വരും വീഡിയോസിലിടാം. ആർക്കാണ് രോഗം എന്ന് ഞാൻ തെളിയിക്കുന്നതായിരിക്കും. സോ പിന്നെ നിന്നെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്കിയായിരുന്നു. അതായത് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് നീ മെസ്സേജ് അയക്കുന്നത് നിനക്കൊരു രോഗമായിട്ട് തോന്നിയിട്ട് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് രോഗിയുടെ പേര്. എനിക്ക് വിസിറ്റേഴ്സ് പാസ് തന്നു. അപ്പോഴും നിനക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നിനക്ക് പണ്ടേ മതിലാടുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. കാരണം നീ VRCന്ന് മതിലാടിയായിരുന്നു. VRC തൃശ്ശൂരാണോ പെരുമ്പിലാവാണോ കറക്റ്റ് എനിക്കറിയില്ല. നീ മതിലാടിയ കാര്യം നിൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞായിരുന്നു, പിന്നെ നീയായിട്ടും പറഞ്ഞായിരുന്നു. അവിടെ നിന്ന് നീ ചാടി ഓടി, പിന്നെ ഇവിടെ നിന്ന് നീ ഇറങ്ങി ഓടി, ഇൻമൈൻഡിൽ നിന്ന് നീ ഇറങ്ങി ഓടി. ഇതാർക്ക് സംശയം ഉണ്ടെങ്കിൽ ഇൻമൈൻഡിൽ പോയി ചോദിച്ചാൽ മതി. അവിടെ ഡോക്ടേഴ്സും നേഴ്സിനും ഒക്കെ അറിയാം. ഇവൻ ഇറങ്ങി കണ്ടം വഴി ഓടിയായിരുന്നു. ഇവൻ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആളോടി. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം എന്തിനാ ഓടിയെന്ന് എനിക്കിപ്പോൾ ഏകദേശം വ്യക്തമായി. ബാക്കി കേൾക്കാം. ഓൾറെഡി എന്താ പറയുക, ഞാൻ കൗൺസിലിങ്ങിന് പോയതാണ്. എന്നിട്ട് ആ അസുഖം നേരെ എന്ത് പേരടിയിലോട്ടിട്ട് കൗൺസിലിംഗ് നന്നായിക്കോട്ടെ വെച്ച് കൗൺസിലിംഗ് കൊണ്ടിട്ട് ആ അസുഖം നേരെ എന്റെ പേരടിയിലോട്ട് ഓളിട്ട്. കൗൺസിലിംഗ് പോയി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചോ? കാരണം നിനക്ക് മനസ്സിലായി നിനക്ക് പ്രശ്നമുണ്ടെന്ന്. നിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും എല്ലാവരും നിന്നോട് പറഞ്ഞു കൗൺസിലിങ്ങിന് പോയി നന്നാവാൻ. അങ്ങനെ നീ അക്സെപ്റ്റ് ചെയ്തു. ഈവൻ നിൻ്റെ ഫ്രണ്ട്സ് അടക്കം നിന്നോട് പറഞ്ഞായിരുന്നു. അപ്പം നീ അത് ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ തരാനില്ലല്ലോ. ബാക്കി കേൾക്കാം. ഡൽഹിയിലോട്ട് ഞങ്ങൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോകണേ. റോഹാനൊരു ഷോപ്പിടെ ഇതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ഡൽഹിയിലോട്ട് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോ ഇവൾ മെസ്സേജ് അയക്കാം, നീ കാരണത്താൽ എനിക്ക്, അതായത് എന്റെ കാര്യത്തിൽ കത്തി വെച്ച ആ ചെക്കിനോട് ഇവള് മെസ്സേജ് അയക്കാം, നീ കാരണത്താലാണ് എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയത്, നീ എന്തായതുകൊണ്ട് എന്റെ ലൈഫ് ഇങ്ങനെ ആയത്, മറ്റേതാണ് മറിച്ചാണ് എന്റെ ഡ്രീം, എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ എന്നോട് പറഞ്ഞ അതേ സെയിം ഡയലോഗ് അവിടെ കഴുത്തിൽ കത്തി വെച്ച് ഇറക്കുന്ന ഞാൻ മെസ്സേജ് അയച്ചു ഡൽഹി പോകുമ്പോൾ. അതായത് ഞാൻ ഷോപ്പിലോട്ട് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോയായിരുന്നു. ആൻഡ് ഇവൻ പറയുന്ന ഒരു കാര്യം സത്യമാണ്, എൻ്റെ ഫ്രണ്ടിന് ഞാൻ മെസ്സേജ് അയച്ചെന്നുള്ള കാര്യം. പക്ഷെ അത് കഴുത്തിൽ കത്തി വെച്ച് ഇറക്കാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഒരു ബന്ധമില്ല. അതെന്താ അവൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. കഴുത്തിൽ കത്തി വെച്ചതും ഇതും കഴുത്തിൽ അങ്ങനെ ഒരാൾ കത്തി വെച്ചിട്ടില്ല. അപ്പം ആ ആളും ഈ ആളും സെയിം ആണെന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബാക്കി കേൾക്കാം. മെസ്സേജ് കാണുന്ന നിക്കാഹ് കഴിച്ച ആളുടെ അവസ്ഥ എന്തായിക്കാരം നിൻ്റെ അവസ്ഥയല്ലേ? അപ്പം എൻ്റെ അവസ്ഥയോ? നിൻ്റെ ഇത്രയും സെക്ഷൽ ചാറ്റും നിൻ്റെ ഈ കുത്സിതവും പൊക്കി എൻ്റെ അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴേലും? നിനക്ക് ഞാനൊരു ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിൻ്റെ എത്ര കാര്യങ്ങൾ ഞാൻ സഹിച്ചിരിക്കുന്നു. അപ്പോഴൊന്നും അവസ്ഥയില്ലേ? നിനക്ക് വന്നപ്പോൾ നിനക്ക് അവസ്ഥ മനസ്സിലായാ? അതൊരു ഭയങ്കര അവസ്ഥയായി പോയി. നീ ട്രെയിനിൻ്റെ ടോയ്ലറ്റിൽ കയറി ആരെയും വിളിച്ച് കരഞ്ഞിട്ടുമില്ല, നീ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. നീ എന്നെ നല്ല അടിപൊളിയായിട്ട് നീ എന്നെ ട്രെയിനിൽ നിന്ന് ഇട്ട് തല്ലി. ആ തല്ലിയതിൻ്റെ ഇവിടെ ഒരു പാടുണ്ട്.
ഇവിടെ. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ എവിഡൻ്റ് ആയിരിക്കില്ല, പക്ഷെ അന്ന് ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു. ഈ 2 പാട് ഇവിടെ ഒരു വര പോലെ നിങ്ങൾക്ക് കാണാം. ഇത് 2 പവൻ എനിക്ക് ട്രെയിനിൽ നിന്ന് സമ്മാനിച്ചതാണ്. ആൻഡ് ഇതിന് സാക്ഷിയായിട്ട് എൻ്റെ ഫ്രണ്ട് ഹണി ഉണ്ടായിരുന്നു. ഹണി ഞങ്ങളുടെ കൂടെ പർച്ചേസിന് വന്നായിരുന്നു. ആ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ പേജിൻ്റെ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. ഹണിയും കൂടെ വന്നായിരുന്നു. അവൾ ഇടപെട്ടിട്ട് എങ്ങനെയാണ് ഇവനെ മാറ്റി അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ കൊണ്ടിരുത്തിയത്. കാരണം അമ്മ അതിൽ തല്ലെനിക്ക് തന്നിട്ടുണ്ട്. ആ ട്രെയിനിൽ ആ കമ്പാർട്ട്മെൻറ്റിൽ ബംഗാളികളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു രക്ഷയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവൻ എന്നെ ട്രെയിനിൽ നിന്ന് ഉന്തിയിടുമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. ജീവനെ കൊതിയുള്ളതുകൊണ്ട് ഞാനത് ചേച്ചി വാങ്ങി ഒരു മൂലയിൽ പോയിരുന്ന് കരഞ്ഞു എന്നല്ലാണ്ട് ഒന്നും ചെയ്തില്ല. ഞാൻ വഴുതി വീണിട്ട് ഇവൻ എപ്പോഴും പറയുന്നത് വഴുതി വീണിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഞാൻ പോയെന്ന്. നീ എന്നെ തല്ലിയിട്ടല്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയെന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? കാരണം അവിടെ നീ ഹോസ്പിറ്റലിൽ വരികയും ചെയ്തായിരുന്നു, നീ കാല് പിടിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഇരിക്കുന്ന നേഴ്സുമാരടക്കം കണ്ടതാണ് നീ വന്ന് ചെയ്തത്. സോ നീ അത് പറയരുത്. ആൻഡ് വഴുതി വീഴുന്ന ഒരാളുടെ ദൃശ്യങ്ങളല്ല എന്നെ തല്ലിയിലുള്ളത്. ആ വീഡിയോ, എന്നെ തല്ലിയ വീഡിയോ ഞാൻ അടുത്ത വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നെ തല്ലിയ വീഡിയോ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണണം. അത് വഴുതി വീഴുന്ന ഒരാൾക്ക് സംഭവിക്കുന്നതാണ്. അതായത് ഇവിടെ ചോര വരുന്ന ഇതൊക്കെ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഞാൻ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ അഡ്മിറ്റ് ആയതാണ്. എന്നിട്ട് ഇവൻ അവിടെ വന്ന് കാല് പിടിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഞാൻ അവിടെ നിന്ന് പിന്നെയും ക്ഷമിച്ചു കൊടുത്ത് ഇറങ്ങി വരുന്നത്. ആ ദിവസമാണ് എൻ്റെ 15 Pro Max ഇവൻ അടിച്ച് തകർത്ത് പൊട്ടിക്കുന്നത്. ബാക്കി കേൾക്കാം. പിന്നെ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കണ്ടെന്നാണല്ലോ ബ്രോ. പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കലുണ്ട്, സത്യമാണ്. സമ്മതിച്ചല്ലോ, താങ്ക് യു. മെസ്സേജ് അയക്കാനുള്ള റീസൺ എന്തായോ, ഇവള് വീട്ടിനുള്ളിൽ പക്കാ ഒരു റൂമിൽ അടച്ചു കൂട്ടിയ മാതിരി എന്നോട് ഇരുത്തല്. ഞാൻ നിൻ്റെ വീട്ടിൽ നിന്നെ ലോക്ക് ചെയ്തിരുത്തിന്ന്. ലോക്ക് താഴെ ഉണ്ടായിരുന്നോ? പൂട്ടിയിട്ടേക്കുമായിരുന്നോ? അത് ഇടയ്ക്ക് തുറന്നു തരുമായിരുന്നോ? ജനലൊക്കെ തുറക്കുമായിരുന്നോ? കാറ്റും വായു ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നോ? അല്ല, അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. നേരത്തിന് ഫുഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് എനിക്ക് എപ്പോഴും വേണമെങ്കിൽ ഓളെ എടുത്തോട്ട് പോവാം. എന്നിട്ട് ഓള് പറഞ്ഞൊക്കെ കേട്ടിക്കൂടെ നിൽക്കുക. ഓളെ വീട്ടില് പൈസ വണ്ടിക്ക് നിൽക്കാൻ വണ്ടി ഗിഫ്റ്റ് വണ്ടി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തരും. വണ്ടി എടുത്തത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടെ ഉപ്പയും പറഞ്ഞാ അത് വണ്ടിയാണ്, പുതിയ വണ്ടി വേണോ, ബിസിനസ് എന്തെങ്കിലും ചെയ്യാൻ പൈസ വേണോ. ഫുഡ് കിട്ടൂല എന്നായിരുന്നു നീ മിസ്സിയോട് പറഞ്ഞത്. ഇപ്പം നീ ഫുഡ് കിട്ടുമെന്ന് സമ്മതിച്ചില്ല. അപ്പോൾ കള്ളം പറയുമ്പോൾ എഴുതി വെക്കണം, അല്ലെങ്കിൽ മാറിപ്പോവും. പിന്നെ എൻ്റെ വീട്ടുകാർ എപ്പോഴാണ് നിനക്ക് പുതിയ വണ്ടി എടുത്ത് തരാം, ബിസിനസ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അറിവിൽ എൻ്റെ വീട്ടുകാർ ഒരിക്കലും അത് നിന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടുകാർ നിന്നെ അങ്ങനെ പിടിച്ചു വയ്ക്കാൻ മാത്രമുള്ള ക്വാളിറ്റി നിനക്കുണ്ടോ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സോ അങ്ങനെ എൻ്റെ വീട്ടുകാർ ഒരിക്കലും ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടുകാർ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് അവന് വേണ്ടെങ്കിൽ ഇത്രയും തല്ലുകൊണ്ട് ഇത്രയും സഹിച്ച് നിൽക്കേണ്ട കാര്യമില്ല, ഒഴിവായി പൊയ്ക്കോ എന്നാണ് പറഞ്ഞത്. നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് അവർ കുറേ സഹിച്ചു. കൗൺസിലിംഗ് കൊണ്ടുപോയി, അത് കൊണ്ടുപോയി, ഇത് കൊണ്ടുപോയി, നിൻ്റെ വീട്ടുകാരടക്കം എല്ലാവരും കുറേ സഹിച്ചു. പക്ഷെ ആ ലിമിറ്റ് നീ തീർത്ത് വിട്ടിട്ടാണ് നമ്മൾ തമ്മിൽ പിരിഞ്ഞത്, അല്ലാന്ന് നീ പറയരുത്. അതുകൊണ്ട് എൻ്റെ വീട്ടുകാരുടെ പെടലിക്ക് ഇനി നീ ഇല്ലാത്ത കാര്യം ഇടാൻ നിൽക്കരുത് കേട്ടോ. ഞങ്ങൾ കൂടെ 1.5 മാസം 2 മാസം ഉണ്ടായ ആളാണ് ഈ എഡിറ്റർ. ഞങ്ങൾ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ആള്. ആ ചെക്കിൻ കിടക്കും കാര്യങ്ങൾ അറിയാം. ചെക്ക് എന്റെ കൂടെ ഉള്ളത് എഡിറ്റർ ഇജാസിന് എല്ലാം അറിയാം. ആ ചെക്കൻ നിൻ്റെ കൂടെയാണുള്ളത്. ഇപ്പം എഡിറ്റർ പണ്ട് ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് ഇപ്പം ഞാൻ റിമൂവ് ചെയ്തു. അതിൻ്റെ അകത്ത് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അറിയാം. ഞങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് അല്ല, അവൻ വീഡിയോ എടുത്തു തരുമായിരുന്നു. എടുത്തു തരുന്ന ചെക്കനായിരുന്നു അവൻ. അപ്പം അവനെല്ലാം അറിയാമെന്നാണ് പറയുന്നത്. ബാക്കി നമുക്കൊന്ന് കേൾക്കാവേ. സാലറി കൊടുക്കാത്തതുകൊണ്ട് എന്റെ അടുത്ത് തന്നെ ഏൽപ്പിച്ച് ഞാനൊരു കള്ളം പറയുമ്പോൾ സാലറി കൊടുക്കാത്ത ഞാൻ എന്റെ അടുത്തുള്ള ക്യാഷ് ആക്കി ഞാൻ എവിടെ ഒരു അടങ്ങ് കഴിഞ്ഞാൽ ചെക്കന് സാലറി 5000 രൂപ കൊടുത്തത്. ഫസ്റ്റ് ഇനി 10 രൂപ കൊടുക്കാനാ. നീ ചെക്കന് 5000 രൂപ എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുത്തു? 15000 രൂപ കൊടുക്കാണ്ട് ഞാൻ ചെക്കന് സാലറി കൊടുത്തില്ല. ചെക്കൻ ഇപ്പം ഞാൻ വെങ്ങല്ലൂർ, അതായത് തൊടുപുഴ വെങ്ങല്ലൂർ ഭാഗത്ത് ചെക്കന് ഒരു റൂം എടുത്ത് കൊടുത്തിരുന്നു. അവിടെ റെൻറ്റ് ഡെപ്പോസിറ്റ് അടക്കം ഞാൻ 5000 ആദ്യം കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെക്കന് ഞാൻ വീഡിയോ എടുക്കുന്നതിന് പൈസ കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഞാനൊരു സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഇത് നിൻ്റെ ഉപ്പുപ്പാക്കാണോ അയച്ചു കൊടുത്തതെന്ന് നീ ഒന്ന് അറിയിക്കണം കേട്ടോ. കാരണം ഞാൻ ഇജാസിന് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാർക്കാണ് ഇജാസിൻ്റെ വേറെ ആർക്കെങ്കിലുമാണോ പൈസ പോയത്? സോ എനിക്കറിയില്ലാത്തതുകൊണ്ട് ചോദിച്ചാൽ. നീ 5000 കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ. നീ എവിടെ നിന്നാണ് പൈസ കൊടുക്കുന്നത്? അതിൻ്റെ ഒരു ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് 20,000 രൂപയായിരുന്നു അവൻ്റെ സാലറി. നീ മിസ്സിനോട് പറഞ്ഞു 35,000 ആണ്. ഇപ്പം നീ സീക്രട്ട് ഏജൻറ്റിനോട് നീ പറയുന്നു 25,000, ബാക്കി 15 കൊടുക്കാനുണ്ടെന്ന്. ഒരു കണക്കൊക്കെ എഴുതുമ്പോൾ ക്ലാരിറ്റി വേണ്ടേ? കറക്റ്റ് നമ്പർ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക നോട്ട്സിൽ, ഐഫോൺ നോട്ട്സിൽ. ഇനി അങ്ങനെ ചെയ്യുക. കാരണം ഇങ്ങനെ നീ ഓരോ പെൺപിള്ളേർക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. അപ്പം മെസ്സേജ് അയക്കുമ്പോൾ നീ എൻ്റെ കുറ്റം പറയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ മാറിപ്പോകും. എത്ര വട്ടം ഞാൻ പറയുന്നു, കള്ളം പറയാൻ പഠിക്കണ്ടേ ഷിബിലി? ഇങ്ങനെ ആവരുത് കേട്ടോ, പൊട്ടനാവല്ലേ. ബാക്കി കേൾക്കാം.
അല്ല, ബാക്കി കേൾക്കുന്നതിന് മുന്നേ ഇജാസിൻ്റെ ചാറ്റ് നിങ്ങളൊന്ന് കാണണം. ഫസ്റ്റത്തെ ചാറ്റ്, ഫുഡൊന്നും കൊടുക്കാത്ത ആളാണ് ഞാൻ. അപ്പം ഞാൻ എഴുതിയേക്കുന്ന ഒരു ചാറ്റ് ഉണ്ട്. ഞാൻ പബ്ജി കളിക്കായിരുന്നു ഇജാസായിട്ട്. അപ്പോൾ അതിന് മുന്നേ പബ്ജി കളിക്കുന്നതിന് മുന്നേ ഞാൻ എഴുതിയിട്ടുണ്ട് അവിടെ, ഫുഡ് വാരി കൊടുക്കണം അവനക്കെന്ന്. അതായത് ഞാൻ ഷിബ്ലിക്ക് ഫുഡ് വാരി കൊടുത്തിട്ടാണ് ഞാൻ പബ്ജി വരെ കളിക്കാൻ പോകുന്നത്. പട്ടിണിക്കിട്ടിരുന്ന കുട്ടിയാണേ. വേറെ ഒരു കാര്യം കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ഇജാസിൻ്റെ ഒരു ചാറ്റ്. ഇതിൻ്റെ അകത്ത് അവൻ പറയുന്നുണ്ട്, ചീറ്റിംഗ് ഇതിൻ്റെ ഇടയിൽ നിന്നല്ല, ചീറ്റിംഗ് എപ്പോഴും കുഴപ്പമാണ്. അതായത് ഞാൻ ചീറ്റിങ്ങിനെ പറ്റി, ഷിബിലി എന്നെ ചതിച്ച കാര്യം സംസാരിക്കുന്ന കാര്യത്തിൽ അവൻ പറഞ്ഞതാണ് ചീറ്റിംഗ് എപ്പോഴും കുഴപ്പമാണെന്ന്. ബാക്കി എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാനൊരു ഓഡിയോ അയച്ചായിരുന്നു. അപ്പോൾ അതിന് പറഞ്ഞതാണ്. അപ്പം ഇജാസ് താഴെ പറയുന്നുണ്ട്, ബട്ട് യു തിങ്ക് ഫസ്റ്റ് എൻ്റെ ഇതാണ്, അനക്കാണ് ഓനില്ലാണ്ട് പറ്റാത്തത്, അത് എൻ്റെ വീക്ക്നെസ് ആണ്. മെസ്സേജിൻ്റെ കാര്യം മാത്രമല്ല, സെക്സ് ചാറ്റ് ലൈക്ക് എക്സെട്ര. ഓക്കെ, അതായത് അവൻ സെക്സ് ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇത് സഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അനക്കാണ് ഓനില്ലാണ്ട് പറ്റാത്തത്. വളരെ വ്യക്തമായിട്ട് വെരി അബ്സല്യൂട്ട് ട്രൂത്താണത്. എനിക്കായിരുന്നു ഓനില്ലാണ്ട് പറ്റാണ്ടിരുന്നത്, കാരണം എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. അത് ഞാൻ ഏറ്റെടുക്കുന്നു. ബാക്കി ഒരു ചാറ്റും കൂടെ എവിടെ ഇടാം. ഞാൻ പറഞ്ഞു എന്നോടിപ്പോൾ ഓൻ സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ പറയുവാണ്, ഇത് 7 ഒക്ടോബർ ആട്ടോ. അത് ഞാൻ ഇന്നലെ കേട്ട്, എമ്മും പൂവും തന്നെയല്ലേ, എം ആൻഡ് പി എന്ന് ഉദ്ദേശിച്ചത് തെറിയല്ലേ, ഇപ്പോഴും നീ തെറിയല്ലേ കേട്ടോണ്ടിരിക്കുന്നതെന്ന് ഇജാസ് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ സങ്കടത്തോടെ ചിരിക്കുന്ന ഒരു ഇമോജി. അത് കഴിഞ്ഞ് ഞാൻ അയച്ച മെസ്സേജാണ്, 5 മാസം കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ തിരിച്ചു വരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്, ജോബെല്ലാം സെറ്റായിട്ട് തിരിച്ചെൻ്റെ അടുത്ത് വരുന്നു. അപ്പോഴും ഞാനൊരു മണ്ടീനെ പോലെ 7th ഒക്ടോബർ ഞാൻ നിൽക്കുക. മിസ്ലിയുടെ ഇത് സീൻ നടക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെൻ്റെ മനസ്സൊന്ന് ആലോചിക്കണം. എൻ്റെ റഹ്മാനെ, ഇവൻ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഞാൻ ചാറ്റ് ചെയ്യിപ്പിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പെൺപിള്ളേരുണ്ടെങ്കിൽ ഈ ഞരമ്പ് രോഗി, എൻ്റെ ഫ്രണ്ട്സ് അല്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഒരിക്കലും ഇവന് മെസ്സേജ് ഇട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് അല്ലാണ്ട് ഇവൻ അയച്ച മെസ്സേജ് ആർക്കൊക്കെയാണെന്ന് ഒന്ന് നിങ്ങൾ വന്നിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ സ്റ്റോറി ഇടുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തിടുക, എന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്യണം. കാരണം എൻ്റെ ഫ്രണ്ട്സിന് ഇവൻ മെസ്സേജ് ഇട്ടില്ല, ഞാൻ ഫ്രണ്ട്സിനെ കൊണ്ട് മെസ്സേജും അയപ്പിച്ചിട്ടില്ല. ഈ ഞരമ്പ് രോഗി സ്വന്തം ഇഷ്ടപ്രകാരമാണ് മെസ്സേജ് അയച്ചത്. ഞാൻ ഒരിക്കലും ചാറ്റ് ക്രിയേറ്റ് ചെയ്യും, ഇവൻ്റെ ഒരു ചാറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവൻ്റെ ഫോൺ എടുത്താൽ തന്നെ ഇവൻ്റെ എല്ലാം കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. ആൻഡ് സായിയോട്, ഞാൻ ആ പെൺപിള്ളേരോട് സായിയുടെ അടുത്ത് പോയി സ്ക്രീൻഷോട്ട് കൊടുത്ത് വീഡിയോ ചെയ്യിപ്പിക്കാം. എനിക്കെന്താ കൈയും കാലും ഇല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു വീഡിയോ ഇട്ടാൽ പോലെ എൻ്റെ ഭർത്താവിനെ പറ്റി. ആൻഡ് വേറൊരു കാര്യം ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. സായിക്ക് ഞാൻ അയച്ച മെസ്സേജ്, സായി എനിക്കൊരു ദിവസം മെസ്സേജ് അയച്ചായിരുന്നു, ലല്ലുവിൻ്റെ കാര്യം ഒരാൾ പറയുന്നുണ്ടെന്ന്, അപ്പം അവളോട് ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാൻ പറയുന്നത്. അപ്പം ഞാൻ പറയുന്ന ഉത്തരം നിങ്ങൾ കാണണം. ഡോണ്ട്, എനിക്ക് വയ്യാൻ മടുത്തു. അതായത് ഞാൻ ഓൾറെഡി അപ്പോഴത്തേക്കും കുറേ ചാറ്റ് പൊക്കി കഴിഞ്ഞു. പിന്നെ എനിക്ക് പേടി വന്നതെന്താണെന്ന് വെച്ചാൽ, സായി ഈ വീഡിയോ എങ്ങാനും ഇടുവോ എന്നുള്ള പേടിയിൽ ഞാൻ സായിയോട് പറഞ്ഞു എനിക്ക് വയ്യാൻ മടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ സായി പറഞ്ഞു ഇപ്പോൾ ഇഗ്നോർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലോക്ക് ആക്കിയേക്ക്, വൈ ഷീ ടെക്സ്റ്റിങ് യു. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി അങ്ങനത്തെ കണ്ടൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അവൾ എന്തായാലും ടെക്സ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് മെസ്സേജ് അയച്ചല്ലല്ലുൻ്റെ എന്ന്. സം സ്ക്രീൻഷോട്ട്സ് അങ്ങനത്തെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു ബാഡ് ചാറ്റ് ആയിരിക്കും അല്ലേ? എനിക്കെന്നാൽ അന്നേരം സായിയോട് പറഞ്ഞുകൂടെ, എന്നാൽ സായി ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ സായിയോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എന്ത് കള്ളമൊക്കെയാണ് ഷിബിലി പറയുന്നത്. വേറെ ഒരു കാര്യം കൂടെ ഇവിടെ കാണിച്ചു തരാം. ഫുഡ് കൊടുക്കാത്ത ആൾക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ ഗാലറി കൂടെ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കും ഞാൻ കണ്ട കുറച്ച് വീഡിയോ, ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ചെയ്യോ ക്യൂട്ടി, ചെയ്യടോ. വീഡിയോ വേറെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ഡിലീറ്റ് ചെയ്ത് വരുന്നുണ്ട് കുറേ പോയി. പക്ഷെ കുറേ ഫുഡ് ഓടിക്കുന്ന വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫുഡ് ഓടിക്കുമ്പോൾ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കുമായിരുന്നു. അപ്പം അങ്ങനെ എടുത്തു വെച്ചാൽ ബാക്കി കേൾക്കാം. പെറ്റ ഉമ്മാനെ പിടിച്ച് സത്യം ഇട്ട് എൻ്റെ ഫ്രണ്ട്സാണ് മെസ്സേജ് അയക്കുന്നത്. പഠിച്ചോനെ വിചാരിച്ച നീ നിൻ്റെ വീട്ടുകാരെ പിടിച്ച് സത്യം ഇട്ടരുത്, അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയി. എനിക്ക് അവരോട് സ്നേഹമുണ്ട്. പഠിച്ചോനെ വിചാരിച്ച നീ നിൻ്റെ വീട്ടുകാരെ പിടിച്ച് സത്യം ഇടരുത്. വേറെ എന്ത്, നീ നിന്നെ പിടിച്ച് സത്യം ഇട്ടോ, വീട്ടുകാരെ ഇതിലോട്ട് വലിച്ചിടല്ലേ. യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഞാൻ ഫുഡ് കൊടുക്കത്തില്ലെന്ന്. ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഇതിൽ അവൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം. അതായത് ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഇവൻ പറയാണ് ഫ്രണ്ട്സ് സ്റ്റോറി ഇടുമ്പോൾ യൂട്യൂബ് ലിങ്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കാ സ്റ്റോറി ഇടണ്ടേ? അപ്പോൾ അവൻ പറയുന്നു
എൻ്റെ ഫ്രണ്ട്സിനോട് ഇടാൻ പറയാനാ വ്യൂസ് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വ്യൂസ് ഉണ്ടല്ലോ, ചോദിച്ച് വാങ്ങണ്ടാന്ന്. ഇവനാണ് പറയുന്നത് ഞാൻ യൂട്യൂബിൽ അവൻ്റെ കഴുത്തിൽ ഇത് പിടിച്ചിട്ടാണ് വീഡിയോ ഇടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവന് യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇവൻ എൻ്റെ ഫെയിമും പൈസയും കൊണ്ട് മാത്രം എന്നെ കിട്ടിയാൾ. അപ്പം നീ അത് പറയരുത് ഷിബിലി, മനസ്സിലായോ? ഫുഡ് കിട്ടിയില്ലാന്ന് യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഫുഡ് കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആലോചിക്കാൻ വയ്യ. അതാണ് ഞാൻ നേരത്തെ ആ വീഡിയോ കാണിച്ചു തന്നത് ഫുഡ് കഴിക്കുന്നത്. മറ്റേ തൊടുപുഴയിലോട്ട് മറ്റേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫർ ആയി. തൊടുപുഴയിലോട്ട് ട്രാൻസ്ഫർ ആയെന്ന് ഇവൻ പറയുന്നത്. അതായത് ഇവൻ്റെ വീട്ടിൽ നിന്ന് അത്രയും സീൻ ഉണ്ടായി കഴിഞ്ഞിട്ട് അവൻ്റെ വീട്ടുകാർ തന്നെ പറഞ്ഞു ഇവിടെ വെച്ച് ഇത്രയും സീനൊക്കെ പറ്റില്ല. കാരണം അവൻ്റെ ഉപ്പ ഗൾഫിൽ പോയിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് ഇങ്ങനെ പ്രശ്നമായ ഉമ്മ ഒറ്റയ്ക്കാവും, ഉമ്മക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വീട്ടുകാർ എന്നെ അത്രയും തല്ലിയതല്ലേ, ഇനിയിപ്പോൾ തല്ലില്ല എന്ന് എന്താ ഉറപ്പ്. അപ്പോൾ എൻ്റെ വീട്ടുകാരുള്ളടത്ത് നിന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവനും പറഞ്ഞു അവൻ ഇവിടെ വന്ന് നിൽക്കാം, ഇനി ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ട്രാൻസ്ഫർ ആവുന്നത്. ട്രാൻസ്ഫർ ആയിട്ട് അവിടെ രാവിലെ എണീക്കും, ചായ അവളെ ഉമ്മ ചായ ഫ്രണ്ടിലോട്ട് നിൽക്കും, ഫുഡ് പുറത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്. ഒരു സിഗരറ്റിന്റെ വാങ്ങാനടക്കം ഇവളിന്റെ പിന്നാലെ വരും. സിഗരറ്റ് വാങ്ങാൻ ഞാൻ നിന്റെ പിന്നാലെ വന്നെന്നോ? എടാ എന്തൊക്കെയാണ് നീ പറയുന്നത്? നിനക്കൊരു ബുദ്ധിയും ബോധവും പഠിച്ചൊന്നും തന്നിട്ടില്ലേ നീ ആലോചിക്കുന്നത്? നീ എന്തൊക്കെ കള്ളമായിരുന്നു പറയുന്നത്? ഫ്രീഡം. എന്റെ കസിൻസിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുക. എന്റെ കസിൻസ് എല്ലാരും ഇവിടെ എന്റെ വാട്സപ്പ് അടക്കം ഇവിടെ ഫോണിൽ വെച്ചിരുന്ന ആളാണ്. നിന്റെ വാട്സപ്പ് എൻ്റെ ഫോണിലോ? നിന്റെ വാട്സപ്പ് എപ്പോഴാണ് ഷിബിൽ എൻ്റെ ഫോണിൽ നീ തന്നിട്ടുള്ള പച്ചക്കള്ളം, അടുത്ത കള്ളം. നിന്റെ ഫോൺ നീ തുറക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു ആ ടൈം. നിന്റെ ഫോൺ കയ്യിൽ പോലും തരത്തില്ല. നീ ഫോൺ ഫ്ലൈറ്റ് മോഡ് ഇട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ആളാണ്. കാരണം നിന്റെ എന്തെങ്കിലും കുത്സിതത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാലോ എന്നാലോചിച്ചിട്ട്. നീ നാറിയ കള്ളം പറയരുത്. പിന്നെ നിന്റെ കസിൻസിനെ ഞാൻ ബ്ലോക്ക് ചെയ്യിപ്പിച്ചില്ല. ഏത് കസിനെ ഞാൻ ബ്ലോക്ക് ചെയ്യിപ്പിച്ചില്ല? നീ എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ ഏതെങ്കിലും ഒരു കസിൻ വന്ന് പറയട്ടെ, അവർ വന്ന് പറഞ്ഞ് ഒരു സ്ക്രീൻഷോട്ട് നിനക്ക് കിട്ടണം, എനിക്കത് കാണണം, നിന്റെ ഏത് കസിനെയാണ് ഞാൻ ബ്ലോക്ക് ചെയ്യിപ്പിച്ചതെന്ന്. നീ ഇത്രയും വലിയൊരു വൃത്തികെട്ടവനാവരുത് കേട്ടോ. ഇങ്ങനെ കള്ളം പറയരുത് ദയവ് ചെയ്ത്. എന്തെങ്കിലും പ്രശ്നം കാണുമ്പോൾ ഇവളെന്ത് ചെയ്യും, എന്റെ പിക്കും എന്റെ ഇതും വെച്ചിട്ട് വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് എന്റെ ഉമ്മാക്ക് ഞാൻ അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി എന്റെ വീട്ടിലോട്ട് പോകുന്നത് എന്റെ ഉമ്മാക്ക് വിട്ടു കൊടുക്കാം. വീട്ടിലോട്ട് ചാറ്റ് വിട്ട് കൊടുക്കുന്നു വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട്. എനിക്കെന്താ തലയ്ക്ക് ഓളോ അല്ലെങ്കിൽ എനിക്ക് ഞാൻ വേർഡ് പറയുന്നില്ല, പക്ഷേ എനിക്കെന്തെങ്കിലും സൂക്കേടുണ്ടോ നിന്റെ ചാറ്റ് എടുത്ത് നിന്റെ വീട്ടിലോട്ട് അയച്ചു കൊടുക്കാൻ? നീ ആ ടൈമിൽ നിൻ്റെ ഉമ്മയായിട്ട് സംസാരിക്കാറില്ല. നിൻ്റെ ഉമ്മാനെ നീ എൻ്റെ വീട്ടിൽ വന്നിട്ട് ആകെ ഒരു 2-3 വട്ടം വിളിച്ചിട്ടുള്ളൂ. കാരണം നീ എന്നോട് പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ നീ ലൈഫിൽ എവിടെ എത്തിയിട്ടില്ല, അതാണ് അവർ നിന്നെ കുറ്റപ്പെടുത്തുവാണ്, അപ്പോൾ എനിക്ക് അവരുടെ മുന്നിൽ എന്തെങ്കിലും ആയിട്ട് മാത്രമേ ഞാൻ വിളിക്കത്തുള്ളൂ എന്ന് ഈഗോ വെച്ചിരുന്ന ആളാണ് നീ നിൻ്റെ ഉമ്മയുടെ അടുത്ത്. അപ്പോൾ നീ അത് പറയരുത്. ഇനി അങ്ങനെയല്ല നീ ഉമ്മയായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിനക്ക് ഇടാം. നീ എന്തെങ്കിലും ചാറ്റ് ചെയ്ത് കോളിൻ്റെ പ്രൂഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കത് ധൈര്യമായിട്ട് വന്ന് കാണിക്കാം. നീ നിൻ്റെ ഉമ്മയായിട്ട് സംസാരിച്ചിട്ടില്ല. ഈവൻ സെപ്റ്റംബർ ആണോ ഓഗസ്റ്റ് ആണോ മാസം നീ വീട്ടിൽ പോയത് ഞാൻ നിന്നോട് നിർബന്ധിച്ച് നീ വീട്ടിൽ നീ ഉമ്മാനെ കാണ്, വീട്ടിൽ സംസാരിക്കുക, ഓക്കെ ആവെന്ന് പറഞ്ഞിട്ടാണ് നീ വീട്ടിലോട്ട് വരെ പോയത്. അത് നീ ഒറ്റയ്ക്കല്ലേ പോയത്? അതോ ഞാൻ നിൻ്റെ കൂടെ വന്നായിരുന്നോ? നീ ഒറ്റയ്ക്ക് തന്നെയാണ് അളിയാ പോയത്. ഞാൻ നിന്നെ സിഗരറ്റ് പോലും എവിടെയും വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നീ ഒറ്റയ്ക്ക് നാട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞിട്ടാണ് നീ വരുന്നത്. ആൻഡ് അത് ഞാൻ വ്ളോഗാക്കിയായിരുന്നു. നീ നാട്ടിൽ പോകുന്ന പറഞ്ഞ് ചാച്ചയൊക്കെ തന്ന് വിട്ടത് ഓർമ്മയുണ്ടോ? എന്നിട്ട് നാട്ടിൽ പോയിരുന്ന് മെസ്സേജ് അയച്ച ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലായിരിക്കും അല്ലേ? എനിക്കിവിടുന്ന് കുത്താനുള്ള ദേഷ്യം വരുന്നുണ്ട്. എന്റെ ഡി പി ഉണ്ടല്ലോ, എന്റെ ഡി പി ഓള് ബിസിനസ് വാട്സപ്പിൽ വെക്കും. പിന്നെ വേറെ ഏതെങ്കിലും പെൺകുട്ടികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡി പി ഓളെ വാട്സപ്പിൽ നോക്കുന്നില്ല, അങ്ങോട്ടും പോയി ചാറ്റ് ചെയ്യും എന്റെ പേരിട്ടിട്ട്. എന്നിട്ട് ഞാനാണല്ലോ ഇപ്പൊ തെറ്റുകാരനെ. ഞാൻ അയച്ച മെസ്സേജ് അയച്ചെന്ന് ഞാൻ പറയും. എവിടുന്നേ എത്ര ഡീപ്പായിട്ടുള്ള മെസ്സേജ് ആണെങ്കിലും ഞാൻ അയച്ച മെസ്സേജ് അയച്ചെന്ന് പറയാൻ യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് എനിക്കില്ലാത്ത ആളാണ്. എന്നാ നീ ഏറ്റു പറയടാ, നീ അയച്ച മെസ്സേജ് നീ ഏറ്റു പറ. എന്താ നീ ഏറ്റു പറയാത്തത്? എന്ത് പറ്റി കൂട്ടാ? നിനക്ക് ഏറ്റു പറയാൻ പറ്റുന്നില്ലേ? ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇവളിത് ഇങ്ങനെ അയച്ചിട്ട് ഇവിടെ സ്ക്രീൻഷോട്ട് ഒക്കെ എന്റെ ഉമ്മാക്ക് അയച്ചെടുത്ത് എന്റെ ഉമ്മയോട് ഇങ്ങനെ പറയും. ബ്ലോഗ് ചെയ്യുന്ന സത്യാവസ്ഥ അറിയണമെന്ന് എന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി. നിന്റെ വീട്ടുകാരെ വിളിച്ച് ചോദിച്ചാൽ അവർ നിന്നെ തുപ്പും. നിന്റെ വീട്ടുകാർ നിന്നെ പറ്റി പറയുന്ന കാര്യം എന്താ ഞാൻ ഒരിക്കലും വീഡിയോയിൽ പറയാൻ പോകുന്നില്ല. കാരണം എനിക്ക് അവരോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ, എനിക്ക് പ്രൈവറ്റായിട്ട് പറഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കാക്കാൻ താല്പര്യമില്ല. പക്ഷെ നീ അവരെ വലിച്ചിടരുത് ആവശ്യമില്ലാണ്ട്. അതായത് നിൻ്റെ വീട്ടുകാർ എന്നെ പറ്റി കുറ്റം പറഞ്ഞ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിൻ്റെ വീട്ടുകാർ ഒരിക്കലും എന്നെ പറ്റി എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല. സോ മോൻ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കാൻ കഷ്ടപ്പെടണ്ട.
എൻ്റെ കോമൺ ഫ്രണ്ട്സിന് അറിയാം. ഏത് കോമൺ ഫ്രണ്ട്സിന് അറിയാം? എടേ, നീ ഇങ്ങനെ വായി തോന്നിയത് പറയുമ്പോൾ നീ എന്തെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്യടാ. നീ എന്തെങ്കിലും ഒരു പ്രൂഫ് ഇടടാ. വെറുതെ അവർക്കറിയാം ഇവർക്കറിയാം അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞമ്മയുടെ മോക്കറിയാം. നീ എന്തെങ്കിലും ഒന്ന് കാണിക്ക്. വെറുതെ വാ വെച്ച് പറയാണ്ട് എന്തെങ്കിലും ഒന്ന് കാണിക്ക് നിൻ്റെ ഉള്ളത്. ഇതിലിപ്പം സമൂഹത്തിന് മുൻപിൽ ഞാൻ ഈ ഇന്റർകാസ്റ്റ് ചെക്കൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ അവന്റെ എല്ലാ വീഡിയോയും കാണുന്ന ഒരാളാണ് ഞാൻ. അത് ഇന്റർകാസ്റ്റല്ലേ അവന്റെ എല്ലാ വീഡിയോയും കാണുന്നില്ല. കാരണം നമുക്ക് അങ്ങനത്തെ ഓരോ ഡ്രഗ്സിനും പിന്നെ അതേമാതിരി മറ്റേത് കുറച്ചുള്ള വീഡിയോ ഇടുമ്പോ ഞാൻ അവന്റെ വീഡിയോ സ്റ്റോറി ഒക്കെ ഇട്ടിരുന്ന ആളാണ്. നീ ഹക്കീമിൻ്റെ വീഡിയോ സ്റ്റോറി ഇട്ടിട്ട് വന്ന് എന്തൊരു സോപ്പിടലാണ്. നീ ഹക്കീമിൻ്റെ വീഡിയോ എപ്പോഴാണ് സ്റ്റോറി ഇട്ടേ? ഇൻസ്റ്റയിൽ സ്റ്റോറീസ് ആർക്കൈവിൽ പോയാൽ നമുക്ക് ഇട്ട സ്റ്റോറീസൊക്കെ നമുക്ക് മുന്നേ കാണാൻ പറ്റും. നീ ഹക്കീമിൻ്റെ ഒരു സ്റ്റോറി ഇട്ടേക്കുന്ന എന്തെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അത് നീ ഒന്ന് കാണിക്കണം. നീ ഹക്കീമിൻ്റെ സ്റ്റോറി ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ അവിടെ നിൻ്റെ അടുത്ത കള്ളം. നീ എന്തൊക്കെ കള്ളമാണ് വിളിച്ച് കൂവുന്നത് റബ്ബേ. എനിക്ക് എനിക്ക് എന്റെ ബ്ലഡിന് ഒരു സാധനം കിട്ടത്തില്ല. ഒരു സിഗരറ്റ് അല്ലാതെ ഒരു സാധനം ഞാൻ കഴിക്കത്തും ഇല്ല. ബ്ലഡ് കിട്ടത്തുമില്ല. ഞാൻ എവിടെ ഓടിക്കുന്ന അറിഞ്ഞ കേസാണ്. എനിക്കറിയണ കേസല്ല അളിയ. നിൻ്റെ ബോഡിയിൽ നിന്നൊന്നും കിട്ടത്തില്ല എന്ന് എനിക്കറിയണ കേസല്ല. കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം നീ ഒരു കഞ്ചാവിനും MDMAയ്ക്കും അടിമയാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ നിൻ്റെ കുറേ എക്സുകളായിട്ട് സംസാരിച്ചായിരുന്നു. അവരും പറഞ്ഞു ഇതേ കാര്യം. നിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന കാര്യം, നിൻ്റെ ഞരമ്പിനും പ്രശ്നമുള്ള കാര്യം. ഇവൻ്റെ മൂക്കിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവനോട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞപ്പം ഇപ്പോഴാണ് എനിക്ക് വ്യക്തമായത് നീ എന്തുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ സമ്മതിക്കുന്നില്ല, നീ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്നില്ല. ഇറ്റ്സ് വെരി എവിഡൻറ്റ് നീ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. ആൻഡ് നീ എന്നെപ്പറ്റിയും ഇതേ അലിഗേഷൻ നടത്തുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വൈ ഡോണ്ട് വി നമ്മൾ ഒരുമിച്ച് പോയിട്ട് ആ ബ്ലഡ് ടെസ്റ്റ് എടുത്താൽ എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് എടുക്കുന്നതല്ലേ നല്ലത്? അതാകുമ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് തെളിയിക്കാമല്ലോ. സോ ഇനി ഇല്ലാത്ത കാര്യം ദയവ് ചെയ്ത് ഷിബിലി പറയരുത്. ഇനി എന്നെപ്പറ്റി എവിടെയെങ്കിലും ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ പിന്നെയും ഞാൻ അടുത്ത തെളിവുകളായിട്ട് വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ഇല്ലാത്ത കാര്യം പറയുമ്പോൾ സൂക്ഷിക്കുക ഒരാളെപ്പറ്റി. കാരണം അപ്പുറത്തിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്നെ കൊട്ടി ഘോഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. കാരണം അവർ ഇത്രയും സഹിച്ചിട്ടായിരിക്കുമല്ലോ നിന്നെ ഇട്ടിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പം നീ അത് ആലോചിക്കുക. ഇനി മേലെ ഈ കാര്യം നിൻ്റെ വീട്ടുകാരെ ഇതാക്കി അവർക്കെല്ലാം അറിയാം ഇവർക്കെല്ലാം അറിയാം. സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് സംസാരിക്കുക. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിന് ശാന്തി കിട്ടത്തില്ലായിരുന്നു. So anyways, happy anniversary Shibili. This is my anniversary gift to you. അപ്പോൾ ശരി ഗൈസ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.